السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم نذير فذوقوا فما للظالمين من نصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ, ആജ്ഞകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തോടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ച് ആഖിബത്ത് നന്നായി ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ചെറിയൊരു വിഷയമാണ് സമയത്തിൻ്റെ മൂല്യം. സമയത്തിന് വില കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ സംഭവിച്ച സഹാബികൾക്ക് സംഭവിച്ച ഒരു ചരിത്രത്തിലൂടെ പരലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ നരകവാസികൾക്കുള്ള അവസ്ഥയും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. സഹോദരന്മാരെ, അല്ലാഹു തആല
നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വൈൻ തഅദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ കണക്കാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത്രയും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം മുസ്ലിമായി ജനിക്കാൻ കഴിയുന്നുള്ളതാണ്. അതല്ലെങ്കിൽ വേറെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അവൻ്റെ വായുവും വെള്ളവും വെളിച്ചവും എല്ലാം ശ്വസിച്ച് ആരോഗ്യത്തോടു കൂടി ജീവിക്കുക, ആഫിയത്ത് നൽകുക എന്നുള്ളത്. നമസ്കാരത്തിൽ 17 തവണ നിർബന്ധമായി ഇടയെ ചോദിക്കുന്നു, അല്ലാഹുമ്മ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വസ്ഖിനി വഹ്ദിനി വആഫിനി. ആഫിയത്ത് ചോദിക്കുകയാണ്. അതും ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സും ആരോഗ്യവും. ഇതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഒരു നിർണിതമായ സമയം, എല്ലാ കാര്യത്തിനും നമുക്ക് സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമസ്കാരത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം എന്ന് പറയുന്നത് സമയം നിർണയിക്കപ്പെട്ട ഒരു ഇബാദത്താണ്. അപ്പോൾ സമയം നിർണിതമല്ലാത്ത ഒരു ഇബാദത്തും മനുഷ്യർക്കില്ല എന്നർത്ഥം. നോമ്പാവട്ടെ, നമസ്കാരമാവട്ടെ, ഹജ്ജാവട്ടെ, എല്ലാത്തിനും സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമയത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം. സമയത്തിന് വലിയ വിലയാണ് നൽകേണ്ടത്. ചെയ്യാമെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെയും ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാമോ, ഹിജറ 8-ാം വർഷം, ഹിജറ 2-ാം വർഷമാണ് ബദർ യുദ്ധമുണ്ടായത്. 3-ാം വർഷമാണ് ഉഹദ് യുദ്ധമുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നതിന് ശേഷമാണ് യുദ്ധങ്ങൾ ഉണ്ടായത്. മക്കയിലാവുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നില്ല, പീഡനങ്ങൾ ആയിരുന്നു. രഹസ്യമായിട്ടും ഒറ്റയും തെറ്റയും പീഡിപ്പിക്കുക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മക്കയിലേക്കുള്ള ശത്രുക്കൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ മദീനയിലുള്ള ജൂതന്മാരെയും നസ്രാനികളെയൊക്കെ കൂട്ടുപിടിച്ച് അങ്ങനെ വീണ്ടും ഉപദ്രവത്തിൻ്റെ ഒരു ശൃംഖല തന്നെയായിരുന്നു 10 വർഷം മദീനയിൽ കഴിച്ചു കൂട്ടിയ കാലം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ഹിജറ 8-ാം വർഷമാണ് തബൂക്ക് യുദ്ധം ഉണ്ടായത്. അതിനുള്ള കാരണം റോമക്കാരായ ക്രൈസ്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും നേരിട്ട് പരാക്രമണം നടത്താൻ അവർ പുറപ്പെട്ടു. മദീനയിലേക്ക് ഇരച്ചു കയറി മദീനയെ പിടിച്ചടക്കുക. എന്നാൽ അങ്ങനെയല്ല യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. ശക്തി തെളിയിക്കുവാനും മേൽക്കോയ്മ സാധിക്കുവാനുമുള്ള യുദ്ധങ്ങളാണ് ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായത് ശക്തി തെളിയിക്കുന്നതോടൊപ്പം തന്നെ ആദർശപരമായ യുദ്ധം. ആദർശം എന്താണ്? തൗഹീദും ശിർക്കും തമ്മിലാണ് ആദർശം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 കൊല്ലത്തിലുണ്ടായ യുദ്ധങ്ങളൊക്കെ അത് അനുസരിച്ചതാണ്. അത്തരത്തിലുള്ള യുദ്ധം റോമക്കാർ 30,000-ഓളം സൈന്യങ്ങളുമായിട്ട് മദീനയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. തബൂക്കിലാണ് അവരെത്തിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു. പ്രവാചകൻ സാധാരണഗതിയിൽ സഹാബത്തിനോട് പറയും, ഇതാ ഇന്ന ഭാഗത്ത് ഇന്ന സമയത്ത് യുദ്ധമുണ്ടാവുന്നുണ്ട്, അതിനുവേണ്ടി സമയം എല്ലാവരും തയ്യാറാവണം എന്നൊരു പ്രഖ്യാപനം ഉണ്ടാവും. എന്നാൽ തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് അങ്ങനത്തെ ഒരു പ്രഖ്യാപനമല്ലാതെ സമയം, ദിവസം, സമയം, സ്ഥലം പ്രഖ്യാപിച്ചു. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് ഇന്നവരെല്ലാവരും യുദ്ധത്തിന് വരാൻ വേണ്ടി തയ്യാറായി പുറപ്പെടണമെന്നുള്ള സമയത്തിലൂടെ പ്രഖ്യാപിച്ചു. മറ്റു യുദ്ധം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തന്നെ സഹാബികളൊക്കെ അതിനെക്കുറിച്ച് തയ്യാറായി കൊണ്ടിരിക്കുകയായിരിക്കും. ഇതങ്ങനെയല്ല, ഇന്ന സമയത്ത് എല്ലാവരും എത്തണം. ഉദാഹരണമായിട്ട് നമ്മൾ സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ പറയും, ബസ് ഇന്ന ഭാഗത്തിൻ്റെ സമയത്ത് പുറപ്പെടും, എല്ലാവരും പള്ളിയിലോട്ട് എത്തണം. സമ്മേളനം ഞങ്ങളിൽ ചെന്നാലും പറയും ഇന്ന സമയത്ത് എല്ലാവരും തിരിച്ചു വരും. ഇതേമാതിരി അങ്ങനെ തബൂക്ക് യുദ്ധത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായി. സഹാബികളൊക്കെ തയ്യാറായി. യുദ്ധത്തിന് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും. 2-3 വ്യക്തികളെ അലസത പിടിപെട്ടു. സമയത്തിൻ്റെ മൂല്യം കൽപ്പിച്ചില്ല. അതാരായിരുന്നു? കഅബ് ഇബ്നു മാലിക്കും റബീഅത്ത്
ഇബ്നു ഹിലാലിബിന് റബിയത്തും അതുപോലെ തന്നെ മുറാറത്ത് ബിൻ ഹിലാലും, ഇങ്ങനെ 2-3 വ്യക്തികൾ, ഹിലാലും മുറാറത്തും കഅബും, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ 3 ആള് കഅബ് ബിൻ മാലിക്കിന്റെ ഹദീസ് റിപ്പോർട്ട് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ കഅബ് ബിൻ മാലിക്കിന്റെ മകൻ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ പിതാവ് വയസ്സനായിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് കഅബ് ബിൻ മാലിക്കിൻ്റെ മകനാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നോട് എൻ്റെ പിതാവ് ഒരു ഹദീസ് ചരിത്രം പറയുകയുണ്ടായി. അത് വലിയൊരു ചരിത്രമാണ്. മുഴുവൻ നമ്മൾക്ക് കേൾക്കാനോ കേൾപ്പിക്കാനോ സമയമില്ല. ഈ 3 വ്യക്തികൾ കഅബ് ബിൻ മാലിക്കും അതുപോലെ തന്നെ ഹിലാലും മുറാറത്തും, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സമയത്ത് എത്തേണ്ട സമയത്ത് അവരെത്തിയില്ല. കഅബ് പറയുന്നു, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടും, 2 വാഹനങ്ങൾ ഞാൻ വാങ്ങിയിരുന്നു, ഞാൻ പുറപ്പെട്ട് തയ്യാറാവാമെന്ന് വിചാരിക്കും, പക്ഷേ അത് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റേ 2 പേരും അങ്ങനെ തന്നെ. എല്ലാവരും പുറപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് എത്തി, എല്ലാവരും പോയി കഴിഞ്ഞു. കഅബ് ബിൻ മാലിക് കവിയായിരുന്നു, പണ്ഡിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പല യുദ്ധത്തിലും പങ്കെടുത്ത ആളായിരുന്നു. എല്ലാ നിലക്കുമുള്ള സമ്പന്നനായിരുന്നു. ഇഷ്ടംപോലെ വായിക്കോരി ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്തരത്തിലൊരു വ്യക്തി പറയുന്നു, എന്നെ അലസത പിടിവിട്ടു, ഞാൻ ആ സമയത്തിന് മൂല്യം കൽപ്പിച്ചില്ല, ഞാൻ പോകാമെന്ന് വിചാരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങും, സംഗതികളൊക്കെ ചിന്തിക്കും, തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുമ്പോൾ യതഫറത്തിൽ യദി, കാലം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ നബിയും സഹാബത്തും യുദ്ധത്തിന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വളരെ വിഷമത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതേ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അബ്ദുല്ലാഹി ബിൻ ഖുതൈമ എന്ന് പറയുന്ന ഒരു സഹാബി. അദ്ദേഹത്തിനും പെട്ടെന്ന് നബിൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വന്നപ്പോൾ ഭാര്യ സുഭിക്ഷമായ ആഹാരപാനം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആ സഹാബി വരെയും ചിന്തിച്ചു, എൻ്റെ മനസ്സിൻ്റെ മാണിക്യക്കൊട്ടാരത്തിൽ കെടാതെ സൂക്ഷിക്കുന്ന എൻ്റെ എല്ലാമായ എൻ്റെ പ്രവാചകൻ ഈ കഠിനമായ ഉഷ്ണത്തിലും ക്ഷീണത്തിലും വിഷമത്തിലും യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് കുതിരപ്പുറത്ത് കയറി ഉടനെ നബിൻ്റെ കൂടെ എത്തി, പിന്നാലെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി സ്വീകരിച്ച് ആലിംഗനം ചെയ്യും. എന്നാൽ കഅബ് ബിൻ മാലിക്കും ഹിലാലത്തും മുറാറത്തും ഈ 3 പേരും അങ്ങനെ ചിന്തിച്ചില്ല. കഅബ് പറയുന്നു, ഞാൻ ചെന്നപ്പോൾ യുദ്ധത്തിനെല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ഞാൻ മദീന പട്ടണത്തിലൂടെ നടന്നു പോയപ്പോൾ മുനാഫിക്കീങ്ങളും ബലഹീനർ, അശക്തരായ രോഗികൾ, യുദ്ധത്തിന് പോകാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്, ഇത്ര മാത്രം ആൾക്കാരെ ഉള്ളൂ. എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. മറ്റുള്ള 2 പേരെയും അങ്ങനെ തന്നെ. വേറെയും കുറേ പേരുണ്ടായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ 3 കൂട്ടരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ദുഃഖിച്ചിരിക്കുകയാണ്. അവർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെട്ടിട്ടുണ്ടാവില്ല എന്ന് അവർ വിചാരിക്കുകയുണ്ടായി. ഏതായാലും പ്രവാചകൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകന്റെ ശ്രദ്ധയിൽ അവർ പെട്ടു. പ്രവാചകൻ അന്വേഷിച്ചു, എവിടെ പോയി നമ്മളെ കഅബും മറ്റവരൊക്കെ. അപ്പോൾ പലരും ആ സമയം സന്ദർഭം ഉപയോഗപ്പെടുത്തി മോശമായി പറഞ്ഞു. ബനീ സലീം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബി അയാളുടെ സ്വഭാവം അവരിപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എടുത്ത വഴിക്ക് മുആദ് ഇബ്നു ജബൽ പറഞ്ഞു, ബീസമാ കുൽത, നീ പറഞ്ഞത് ശരിയല്ല, കഅബ് അങ്ങനെയല്ല, കഅബ് നല്ല മനുഷ്യൻ തന്നെയാണ്. എന്തോ ആവട്ടെ, ചുരുക്കിക്കൊണ്ടുവരികയാണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. എല്ലാവരും ഓരോ ഒഴിവൊഴിവുകൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബും ഹിലാലത്തും മുറാറത്തും വന്നപ്പോൾ സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയില്ല. അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. എന്തുകൊണ്ട് യുദ്ധത്തിന് വന്നില്ല? നീ 2 വാഹനം വാങ്ങിയിരുന്നില്ല, അതേ നബി, എല്ലാം ശരിയായിരുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും അങ്ങ് നുണ പറയുമായിരുന്നു. ഒരിക്കലും പ്രവാചകർ അങ്ങോട്ട് ഞാൻ നുണ പറയുകയില്ല, എനിക്കതിന് സാധ്യമല്ല. അങ്ങനെ അവരെ ഭ്രഷ്ട് കൽപ്പിച്ചു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സമയത്തിൻ്റെ മൂല്യം കൽപ്പിക്കാത്തതുകൊണ്ട് 50 ദിവസത്തിന് ആരും ഇവരോട് മുണ്ടരുത്, വളരെ ചുരുക്കി പറയട്ടോ. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്.
പള്ളിയിൽ വന്നാൽ ആരും മുണ്ടൂല, സലാം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കൂല. 50 ദിവസം കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞേക്ക് ഒരു ഉത്തരവുണ്ടായി, അവരെ ഭാര്യമാരെ അവർ സമീപിക്കാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ ഗസ്സാൻ ചക്രവർത്തി ഒരു എഴുത്ത് കൊടുത്തയച്ചു. അങ്ങനെയാണ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പുറത്താക്കുമ്പോൾ സ്വീകരിക്കാൻ. ഗസ്സാൻ ക്രൈസ്തവനായിരുന്നു. അങ്ങയുടെ പ്രവാചകൻ അങ്ങയെ കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു. അവസാനം കഅബ് മാലിക് ഇത് മറ്റൊരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അടുപ്പിലിട്ട് കത്തിച്ചു. അങ്ങനെ 50 ദിവസം കഴിഞ്ഞു. ഈ 3 സഹാബികൾ പശ്ചാത്താപിച്ചിരുന്ന് തൗബ ചെയ്തിരുന്ന് അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു, പശ്ചാത്താപം സ്വീകരിച്ചു. ആ 3 സഹാബികളെ സംബന്ധിച്ച് സൂറത്ത് തൗബയിൽ അള്ളാഹു തആല 2 ആയത്തുകൾ 117ഉം 118 മുതൽ 2 ആയത്തുകൾ ഇറങ്ങിയത് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവരെ ബഹിഷ്കരിപ്പിച്ചപ്പോൾ ഖുർആൻ 9-ാമത്തെ അധ്യായത്തിലെ 117ഉം 118 ചുരുക്കി പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ 2 ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനക്ക് സമയത്തിന് വില കൽപ്പിച്ചില്ല. ഖുർആൻ പറയുന്നു, കണ്ടോ, വല്ലദീന ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നബിയുടെയും തൗബ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. ഇത്തബഉ ഫി സഅത്തിൽ ഉസർ, വിഷമവും ബുദ്ധിമുട്ടുകളും ഉള്ള സമയത്ത് അവർ പ്രവാചകനെ പിന്തുടർന്നിരുന്നു. മിൻ ബഅദിമാ ഖാല യദീഫു ഫീ ഖുലൂബിൻ, അങ്ങനെയൊക്കെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തവരും ചെറിയൊരു വിഷമം അവർക്കുണ്ടായി, ഹൃദയത്തിന് ഒരു മാറ്റം സംഭവിച്ചു. അവർ എന്ത് ചെയ്തില്ല? അതിൽ നിന്ന് ആ യുദ്ധത്തിന് പോയില്ല. അതുകൊണ്ട് അവരുടെ തൗബ, അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വാലാ സലാസത്തിൻ അല്ലദീ ഖുലിഫു, 3 പേർ പിന്തിച്ചു നിന്നു. ആ 3 പേർ ആരാണ്? കഅബ് ഇബ്നു മാലിക്കും മുറാഹത്തും ഹിലാലത്തും 3 പേർ. അവരെ പറ്റിയാട്ടെ പറയുന്നത്. അവർ 3 പേർ പിന്തിച്ചു നിന്നു. ഖുലിഫു ഹത്താ ഇദാ ലാഖത്ത് അലൈഹിമുൽ അർളു, അവർക്ക് ഭൂമി കുടിസായി, വിശാലമായ ഭൂമി കുടിസായപ്പോഴാണ് പുറത്തിറങ്ങി നടന്ന ആരും മുണ്ടാല, പള്ളിയിൽ പോയാൽ മുണ്ടാല, നാട്ടിലും വീട്ടിലും അയൽവാസികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ ഭാഗത്തേക്ക് ഇവരുടെ കാരണത്തിൽ അള്ളാഹു ഒരു ഉത്തരവുണ്ടാകുന്നവരെ ആരും മിണ്ടിപ്പോയത് ഒറ്റപ്പെടുത്തി വേദന സഹിച്ചു. ഒലാക്കത്തെ അറിഞ്ഞു. അതുമാത്രമായ അവരുടെ മനസ്സും തന്നെ തഫരീക്കൻ, അവരുടെ ഹൃദയത്തിനും മനസ്സിനും തന്നെ എന്തുണ്ടായി? വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടും സഹായിച്ചു. വിശാലമായ മനസ്സ് കുടിസായി, വിശാലമായ ഭൂമി കുടിസായി. അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു, സന്തോഷിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 3 സഹാബികൾ, യാ കഅബ് അബ്ശിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് അബ്ശിറോ, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആ സഹോദരന്മാർക്ക് അവർ ചെയ്ത തെറ്റിന് തൗബ ചെയ്തപ്പോൾ ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ച സന്തോഷ വാർത്ത അറിയിച്ചു. വലുതായ വിഷമം സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ആ കഅബ്, എൻ്റെ എല്ലാ സമ്പത്തും ഞാൻ സംഭാവന ചെയ്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, വേണ്ട, കുറച്ച് കുട്ടികൾക്ക് എടുത്തു വെച്ചോ. അപ്പോൾ പറഞ്ഞു, ഖൈബറിൽ എനിക്കുള്ളതൊക്കെ മക്കൾക്ക് എടുത്തു വെക്കാം. ആ കഅബ് ഇബ്നു മാലിക്കും ഹിറാറത്തും ഉലാറത്തും ഇത് കേട്ടപ്പോൾ തന്നെ അള്ളാഹുവിന് സാഷ്ടാംഗ ശുക്രിന്റെ നന്ദിയായി കൊണ്ട് സുജൂദ് ചെയ്തു. ഒരിക്കലും തന്നെ നുണ പറഞ്ഞില്ല. നുണ പറയാതെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യത്തിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ ഉറച്ചു നിന്ന സഹാബികളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു. ആ വിഷയം അവിടെ അവസാനിച്ചു. ഇനി നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുന്ന നരകവാസികളും അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന ഒരു കാര്യം കൂടി അറിയിക്കാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. വഹും യസ്തറൂന ഫിയ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി, ഈ ലോകത്തുനിന്ന് സമയത്തിന് വില കൽപ്പിക്കാത്തതിൻ്റെ പേരിൽ 2 ആയത്തുകൾ ഇറങ്ങി. 50 ദിവസം അവർ പശ്ചാത്താപിച്ചിരിക്കേണ്ടി വന്നു. അവരെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു, സന്തോഷവാന്മാരായി. ഇനി പരലോകത്ത് ചെന്നാൽ പിന്നെ പശ്ചാത്താപമില്ല, തൗബയില്ല, ശിക്ഷ മാത്രമേ ഉള്ളൂ. നന്മ ചെയ്തവർക്ക് നന്മ മാത്രമേ ഉള്ളൂ. വഹും യസ്തരിഹൂന ഫിയ. ഒരു വിഭാഗം ജനങ്ങൾ നരകത്തിൽ കടന്ന് അട്ടഹസിക്കും. റബ്ബന, അവർ പറയും, അഖ്രിജന, പടച്ചവനെ ഞങ്ങളെ നീ എന്ന് പുറത്തായിക്കൊണ്ട. റബ്ബന അഖ്രിജന, ഈ നരകത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിയാൽ, നഅമലു സ്വാലിഹൻ, ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്ന് പറയും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, നഅമലു സ്വാലിഹൻ ഓരല്ലരീ കുഞ്ഞാ നഅമലു, ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത കുറേ കാലം ആയുസ് തന്നു, 60ഉം 70ഉം ഒക്കെ ആയുസ് തന്നു.
എന്തിനും അല്ലാഹു തആലയുടെ ഭാഗത്ത് നദീർ മുന്നറിയിപ്പുകാർ വന്നു, കുത്തുവകൾ കേട്ടു. കണ്ടോ, ഓരല്ലദീ കുഞ്ഞാന അമലു സാലിഹൻ അവലൻ യുഅമ്മിറുകുമാ യതദക്കറു ഫീഹി മിൻ തദക്കറ വജാഅകുൻ നദീർ. അപ്പോൾ നരകവാസികൾ എന്താ പറയുന്നത്? ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് സമയത്തിന് തെറ്റ് സംഭവിച്ചു, ഇവിടെ നിന്ന് പശ്ചാത്താപിച്ചു, ആ പശ്ചാത്താപം അല്ലാഹ് സ്വീകരിച്ചു. നരകവാസികൾ എന്ത് പറയുന്നു? ഞങ്ങൾ ഇതുവരെ സൽക്കർമ്മം ചെയ്തില്ല, ശരിയാണ്, ഇനി ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തേക്ക് ഒരു മടക്കം തന്നാൽ ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം. അപ്പൊ അല്ലാഹു തആല പറയും അവലൻ നുഅമ്മിറുകുമാ യതദക്കറു ഫീഹി മിൻ തദക്കറു. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അവലൻ നുഅമ്മിറുകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയില്ലേ, മാ യതദക്കറു ഫീഹി മിൻ തദക്കറ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ ആവശ്യമായ ആയുസ്സും ആരോഗ്യം അന്ന് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു പരാതികളും സ്വീകരിക്കുകയില്ല, ഒരു തൗബയും സ്വീകരിക്കുകയില്ല. ഇവിടെ വെച്ച് ചെയ്തപ്പോൾ അത് സ്വീകരിച്ചു കേട്ടോ, പരലോകത്ത് സ്വീകരിക്കുകയില്ല. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും കൃത്യമായി സഹോദരിമാരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, അമൽ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. നാളെ പരലോകത്ത് ചെന്നിട്ട് ചെയ്യാമായിരുന്നു, ഒരു മടക്കം ഉണ്ടാകാമായിരുന്നു വെച്ചാൽ അവ സ്വീകരിക്കൂല. അപ്പൊ അള്ളാഹു പറയും അവലന്നുഅമ്മിറുകുമാ യതദക്കറു ഫീഹി മൻ തദക്കറ, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ ആവശ്യമായ ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും ഒക്കെ തന്നു, നിങ്ങൾ ചിന്തിക്കാതെ ഇപ്പൊ പിടിച്ച് നിങ്ങൾക്ക് ഇനി ഭൗതിക ലോകത്തേക്ക് മടക്കം വന്നാൽ ശരിക്കൂല. വജാഅകുൻ നദീർ, അതുമാത്രമല്ല മുന്നറിയിപ്പുകാരൻ വന്നു. ഇതൊക്കെ നിങ്ങൾ കേട്ടു, പ്രവാചകന്മാരിൽ നിന്ന് കേട്ടു, കുത്തുബ കേട്ടു, എന്നിട്ടൊന്നും നിങ്ങൾ മുഖവരെടുക്കാത്തവരെ ഫദൂഖൂ, നിങ്ങൾ ആസ്വദിക്കുക. എന്ത്? നരകീയ ശിക്ഷ, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. സഹോദരന്മാര്, ഫമാലില്ലാഹി മിൻ നസീർ, അള്ളാഹുവിൻ്റെ അക്രമികൾക്ക് യാതൊരുവിധ സഹായവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് ആരോഗ്യം വേണ്ടതുപോലെ കൃത്യസമയത്ത് അതുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യാചന നടത്തേണ്ടി വരും. അതിന് യാതൊരു ഫലവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി മൻ താല ഉംറുഹു, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ്? ദീർഘായുസ് ലഭിച്ചവനാണ്. വഹസുന അമലുഹു, ആ ദീർഘായുസ് കൊണ്ട് അവൻ എന്തു വേണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം. ദീർഘായുസിന് നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹു നമുക്ക് നൽകും. പക്ഷേ അത് നമ്മൾ എന്തിനുപയോഗപ്പെടുത്തണം? അമൽ ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. വകാന അഹ്ലുൽ മദീനത്തി, മദീനക്കാരായിരുന്നു, കാനു ഇദാ ബല അഹദുഹും 40 സന, 40 വയസ്സായി കഴിഞ്ഞാൽ അവർ ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ച് നീട്ടിവെക്കാതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും സൽക്കർമ്മമാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ ഒക്കെ തക്കതായ ആ സമയത്ത് ചെയ്തു തീർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഇന്ന് ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ നാളെ നമ്മൾ ഉണ്ടാകും. മിനിറ്റുകൾ വെച്ച് നമ്മൾ സ്ഥലം മാറും, പേരും മാറും. അപ്പം എല്ലാ സമയങ്ങളും അള്ളാഹുവിന് ഇബാദത്തെടുക്കേണ്ടുന്ന ആ സമയം തക്കമായ പരിഗണനയോടുകൂടി പ്രവർത്തിക്കുക. നാളേക്കെന്ന് വിചാരിക്കാതെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, വലിയൊരു വിഷയമാണ്, ഒരുപാട് പറയാനുണ്ട്, ചുരുക്കിയാണ്. മഹാനായ ഷാഫി ഇമാം അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഞാൻ ഉപദേശിക്കണം. ഷാഫി ഇമാമെ 60 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുസ്സുണ്ട്. പ്രവാചകൻ പറയുണ്ടായി, അഅ്മാർ ഉമ്മത്തി ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ മനസ്സിലാക്കുക, 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ നമ്മൾ ആയുസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 കൊല്ലമാണ് ജീവിച്ചത്. 60 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഷെഡ്യൂളാണ് പറയുന്നത് കേട്ടോ. ഇതാ ആശൽ ഫത സിത്തീനാമൻ നിസ്ഫുൽ ഉംറി യമഖഉൽ ലയാലി നിസ്ഫുൻ നിസ്ഫ് യദ്ഹബു ലൈസ യദ്രി ബിഅഫ്രതിഹി യമീനം അൻ ശിമാലി സുൽസുൻ നിസ്ഫ് അമാലും വഹിർസും
ശുഗ്ലുൻ ബിൽ മഖാസിദി വൽ ഇയാലി വബാഖിൽ ഉംരി അസ്കാമും വശൈബും വഹമ്മും ബിർതിഹാലിൻ വന്ദിഖാലി. സഹോദരന്മാരെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് ആശൽ ഫത്ത സിത്തീനാമൻ, 60 വയസ്സ് വരെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചാൽ, അല്ലാഹു തആല ആയുസ് കൊടുത്താൽ, 60 വയസ്സ് വരെ ജീവിച്ചാൽ നിസ്ഫുൽ ഉംറി അമ്മക്കഹുൽ ലയാലി, 60-ലെ 30 വയസ്സ് ഉറക്കത്തിന് വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തി ചെലവഴിച്ചു. 60-ലെ 30 പോയി. 8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങണം. ഉറക്കം കൂടിയാലും അസുഖം, ഉറക്കമില്ലെങ്കിലും വിഷമം. അതുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഉറക്കത്തെ ഞാൻ നിങ്ങൾക്ക് വിശ്രമാക്കി തന്നു. അപ്പോ അങ്ങനത്തേതാ വിശ്രമാക്കി തന്ന ഉറക്കം ഒരു മനുഷ്യൻ 60 വയസ്സ് വരെ ജീവിച്ചാൽ 30 വയസ്സ് വരെ ഉറക്കത്തിന് പോയി. 30 വയസ്സ് ഉറക്കത്തിന് വേണ്ടി ചെലവഴിച്ചു. പിന്നെ എന്തുണ്ടായാലും 30 ഉണ്ട്. അതിന്റെ പകുതി നിസ്ഫുൽ നിസ്ഫി യദ്ഹബുലൈസൈദരി ബിഅഫ്റതിഹി യമീനൻ മൻ ശിമാലി, 30ന്റെ പകുതി 15 വയസ്സ് യുവത്വത്തിന് വേണ്ടി ചെലവഴിച്ചു. യുവാക്കളെ യുവത്വത്തിന് വേണ്ടി ബിഅഫ്റതി യമീനൻ മൻ ശിമാലി, ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ ശ്രദ്ധയില്ലാതെ എന്തും ചെയ്യുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും ചെയ്യുന്ന ഒരു കാലഘട്ടമായി 30-ലെ 15 ആകുമ്പോഴേന്ന് പോക്കറ്റടിച്ചു പോയി. 45 വയസ്സും അങ്ങനെ പോയി. പിന്നെ 15 വയസ്സാണുള്ളത് കേട്ടോ. അതില് സുലുസുൻ നിസ്ഫ്, അതിലെ 1/3 ആമാലും വഹിറുസുൻ, ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചു. ശുഗ്ലുൻ ബിൽ മഖാസിബി വൽ ഇയാലി, ശുഗ്ല് ജോലി ചെയ്യാൻ, ബിൽ മഖാസിബി സമ്പാദിക്കാൻ, വൽ ഇയാലി കുടുംബം പോറ്റാൻ, ഗൾഫിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി, മക്കളെ പോറ്റാനൊക്കെ വേണ്ടി അതിന്റെ 1/3 അങ്ങനെയും പോയി. അപ്പൊ 45ഉം 15ഉം 10 25, പിന്നെ ഇതിലെ 1/3 പോയി കേട്ടോ. അങ്ങനെ പിന്നെന്താണ് ബാക്കിൽ ഉംറ്, അവസാനം ബാക്കിയുള്ള ആയുസ്, ഹമ്മും ബിർതിഹാലും ഇന്തിഖാലും, ബാക്കിൽ ഉംറ് അസ്കാമും വശൈബും. അപ്പോ 30 ഉറക്കമായി പോയി, 30ന്റെ പകുതി 15ന്റെ പകുതി യുവത്വത്തിന് പോയി, പിന്നുള്ളത് വളരെ കുറച്ചുള്ളൂ. അത് ശുഗ്ലുൻ ബിൽ മഖാസിബി ഇയാലി, ജോലി ചെയ്യാനും അതിനും വേണ്ടി ഉപയോഗിച്ചു. അപ്പോഴും ഇബാദത്ത് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ല, നമ്മൾക്ക് സമയം കിട്ടിയില്ല. അപ്പോ ഹാസിബു ഖബ്ല അൻ യുഹാസബു, ഈ ക്ലാസ് കേൾക്കുന്ന, ഈ കുത്തുവ കേൾക്കുന്ന എൻ്റെ യുവാക്കളെ, വയസ്സായവരെ, യുവതികളെയൊക്കെ, നമ്മളെ വയസ്സ് എത്രയായി? ഈ വയസ്സുകൊണ്ട് ഇത്രയും വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു തീർത്തു, എന്തൊക്കെ നമ്മൾ ചെയ്തു, എന്തൊക്കെ ചെയ്യാണ്ടുണ്ട്. അത് നമ്മൾ മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഹാസിബു, നിങ്ങൾ വിചാരണ നടത്തുക, ഖബ്ല അൻ ഹാസബു, അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വിധേയമാവുന്നതിന് മുമ്പ് നമ്മൾ വിചാരണ നടത്തുക. അപ്പോൾ ബാക്കിൽ ഉംറ്, അവസാനം വന്ന ആയസുകൾ അസ്കാമും വശൈബും, തലക്ക് നിറച്ചു, പലവിധ രോഗങ്ങൾക്കും ഈ മനുഷ്യൻ ഇടപെട്ടു. പ്രഷറും ഷുഗറും ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, പള്ളിയിൽ പോകാൻ വയ്യ, നോമ്പ് നോൽക്കാൻ വയ്യ, ഒന്നിനും ആരോഗ്യം സമ്മതിക്കുന്നില്ല. ഉള്ള സമയത്ത് ഇതിനു വേണ്ടി ചെലവഴിച്ചതുമില്ല. ഹമ്മും ബിർതിഹാലും ഇന്തിഖാലി, ഹമ്മ എന്ന് പറഞ്ഞാൽ ദുഃഖം, മനോദുഃഖമാണ്. എല്ലാ രോഗങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന ആ അവസ്ഥയിലേക്ക് ചെന്നാൽ അദ്ദേഹം പറയും, നമ്മളോട് പറയും, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇർത്തിഹാലും ഇന്തിഖാലും, യാത്ര പോകുവാൻ തയ്യാറായി ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ, 60 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ആയത്തിലൂടെയും ഈ ഹദീസിലൂടെയും ഈ കവിതയിലൂടെയും പരലോകത്ത് ചെല്ലുമ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്ത് വെച്ച് സമയത്തിന് പരിഗണന നൽകാത്തതിനെ അവർ അനുഭവിച്ചത് അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആയുസ്സും ആരോഗ്യമൊക്കെ നമ്മൾ എത്ര വയസ്സായി, എന്തെല്ലാം ചെയ്തു, അള്ളാഹു കൂടുതൽ സൽക്കർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുവാൻ വേണ്ടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മളെ കടങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും അള്ളാഹു തആല തീർത്തു തരുമാറാവട്ടെ. കടത്തോടു കൂടി റബ്ബേ ഞങ്ങളെ നീ മരിപ്പിക്കരുത് തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കാൻ, അവരുടെ പഠനത്തിലും ജോലിയിലൊക്കെ നന്മ ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാനെ, ഉപദ്രവിക്കുന്ന മക്കളാക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأهلك كفرة والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.